ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയും മകനെയും ആ ആരുമില്ലാത്ത ഭൂമിയിൽ ഒഴിവാക്കി പോകുമ്പോൾ നടത്തിയ പ്രാർത്ഥന, പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം നടത്തിയ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ജീവിതത്തിൽ അവസാനം വരെ കൊണ്ടു നടക്കാൻ മാതൃകയായ പ്രാർത്ഥനകളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിൽ അവരെ ആക്കിയിട്ട് പോകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അദ്ദേഹം പറയാൻ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഈ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള, സമാധാനമുള്ള, ശാന്തിയുള്ള നാടാക്കി മാറ്റണേ റബ്ബേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബാരാധന നടത്തുന്നവരിൽ നിന്ന് നീ ഒഴിവാക്കി നിർത്തുകയും ചെയ്യണേ റബ്ബേ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൽതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എൻ്റെ സന്താനത്തിൽപ്പെട്ട ചിലരെ, എൻ്റെ മക്കളിൽപ്പെട്ട ചിലരെ ഇതാ ഒരു സറഉമില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത, ഒരു തരത്തിലുള്ള കൃഷിയിടങ്ങളുമില്ലാത്ത, വിഭവങ്ങളുമില്ലാത്ത ഊഷര ഭൂമിയിലാക്കിക്കൊണ്ട് ഞാനിതാ റബ്ബേ തിരിച്ചു പോകുകയാണ് നിന്റെ കൽപ്പന പ്രകാരം. ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്താണ് ഞാൻ അവരെ ആക്കിയിരിക്കുന്നത്. റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബേ. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ ആ നാട്ടിലേക്കും അവരിലേക്കും നീ അടുപ്പിച്ചു കൊണ്ടുവരണേ റബ്ബേ. വർസുഖുഹും മിനസ്സമറാത്ത്, അവർക്ക് നീ വിഭവങ്ങൾ നൽകുകയും ചെയ്യണേ നാഥാ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഈ നാടിനെ കുറിച്ച്, ആ നാട്ടുകാരെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഈമാനുള്ള മനുഷ്യർ ആ നാട്ടിലേക്ക് എത്താൻ കൊതിക്കുന്നവരാണ്, ആ നാട് കാണാൻ കൊതിക്കുന്നവരാണ്, കഅബാലയത്തിന്റെ അടുത്ത് ഒരു വട്ടമെങ്കിലും എത്തിപ്പെടാൻ കൊതിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യാൻ കൊതിക്കുന്നവരാണ്, ഉംറ ചെയ്യാൻ കൊതിക്കുന്നവരാണ്. ഹജറ ബീവി നടന്ന സ്ഥലങ്ങളെല്ലാം നടന്ന് കാണാനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോമാഞ്ചജന്യമായ ചരിത്രമുറങ്ങുന്ന ആ ഭൂമി സന്ദർശിക്കാനും ആഗ്രഹിക്കുന്നവരാണ്, അങ്ങേയറ്റം കൊതിക്കുന്നവരാണ്. ഈമാനുള്ള മനസ്സിന്റെ ഉടമകളെല്ലാം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ, ജനങ്ങളുടെ ഹൃദയത്തെ നീ അവരിലേക്ക് ചായ്ത്തി കൊണ്ടുവരണേ റബ്ബേ, അവരിലേക്ക് നീ അടുപ്പിച്ചു കൊണ്ടുവരണേ നാഥാ. ജനങ്ങൾക്ക് അവരോടൊരു ഇഷ്ടവും സ്നേഹവും ഒരു വിധേയത്വവും ഉണ്ടാക്കി കൊടുക്കണേ റബ്ബേ. ലോകത്ത് വരുന്ന 200 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്നവരുടെ വികാരമായി മാറിയിരിക്കുകയാണ്. അന്നൊരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന മക്ക, ആ കഅബാലയം, ആ സഫാ മർവ, ആ മിന, ആ മുസ്ദലിഫ, ആ അറഫയുടെ ഭൂമി, ഹജ്ജിന്റെ അർക്കാനുകളും മസ്കനുകളും നിലനിൽക്കുന്ന, മസാകിനുകളും നിലനിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന്റെ വികാരമായി മാറിയിരിക്കുകയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ കൊതിയായി മാറിയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണത്തിന് അള്ളാഹു നൽകിയ പ്രതിഫലമാണത്. അതിനുശേഷം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ സഹായിക്കാനുള്ള ഒരു പരുവമായപ്പോ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുകയാണ്, കഅബാലയത്തിന്റെ പുനർനിർമ്മാണം. കഅബാലയം തകർന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ്. അതിനുശേഷം ആദ്യമായി കഅബാലയം പുനർനിർണയിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദിനങ്ങളുടെ പ്രയാണം കഴിഞ്ഞ്, ദിനങ്ങളുടെ പരിശ്രമം കഴിഞ്ഞ് ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥാ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളെ നീ നിനക്ക് കീഴ്പ്പെട്ടവരാക്കി മാറ്റണമേ. പ്രാർത്ഥന നോക്കണം നിങ്ങൾ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക, നിനക്ക് കീഴ്പ്പെട്ട 2 ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണം. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായി,
മരിക്കാൻ തയ്യാറായി, നാട് വിടാൻ തയ്യാറായി, എല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കാബാലയത്തിന്റെ പണിയും പൂർത്തിയാക്കിയിട്ട് ബാപ്പയും മോനും കൂടി അള്ളാഹിനോട് പറയാ, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ പടച്ചോനെ. പ്രിയപ്പെട്ടവരെ, 5 വഖത്ത് തരം കിട്ടിയാല് തരക്കേടില്ലാന്ന് വിചാരിച്ച് നിസ്കരിക്കുന്ന നമ്മളോട് നിങ്ങളോട് നീ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ ഓന്റെ ചെന്നാടിക്കുട്ടി അടിച്ച് പൊട്ടിക്കൂല നമ്മള് അല്ലേ? ഞാൻ മുസ്ലിം അല്ലടോ, ഞാൻ മുസ്ലിം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എടുത്ത നിലപാട് എന്താണ് പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ ഇത്രയൊക്കെ സമർപ്പിച്ചിട്ട് അതാനോട് പറയാണ്, പടച്ചോനെ ഞങ്ങളെ മുസ്ലിം ആക്കണം റബ്ബേ, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ മുസ്ലിം ഉമ്മത്തിനെ നീ ഉണ്ടാക്കണം റബ്ബേ, ഞങ്ങൾക്ക് മനാസികൾ പഠിപ്പിച്ചു തരണം ഹജ്ജിന്റെ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. എന്നിട്ട് ഇബ്രാഹിം നബി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചോനെ, ഇതൊന്നും പോരാ. ഈ നാട്ടിൽ കൃഷിയുടെ കായ്ക്കനികൾ കൊടുത്താലോ, ഈ നാട്ടിനെ ബലദുൻ അമീനാക്കി മാറ്റിയാലോ ഒന്നും പോരാ. അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു കാര്യം കൂടി വേണം. എന്താണ്? ഈ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രവാചകനെ നീ ഇവരിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ആ പ്രവാചകനെ നീ ഗ്രന്ഥം നൽകണം. എന്നിട്ട് ആ ഗ്രന്ഥത്തിലൂടെ ഈ സമുദായത്തെ അദ്ദേഹം ശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് കഅബ നിർമ്മിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതനാവുന്നത്. പ്രവാചകൻ മക്കയിലേക്ക് വരുന്നത്. നമ്മൾ പണ്ടൊക്കെ പറയും എല്ലാം പടക്കുന്നതിന്റെ മുന്നേ പ്രവാചകന്റെ ഒളി പടച്ചു എന്നൊക്കെ പറയുന്നത് ഖുറാഫാത്താണ്. ഹദീസിന്റെയോ ഖുർആന്റെയോ പിൻബലമില്ലാത്തതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായിട്ടുള്ള നിയോഗത്തിന് കാരണമെന്ന് ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഹൃദയത്തിൽ നിന്ന് നടത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭവനായ മനുഷ്യന്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രം ഇങ്ങനെ കേട്ട് ആ കഴുത്തിൽ കത്തി വെക്കാൻ പോയതും അള്ളാഹു ഇടപെടൽ കേട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നല്ലാതെ അതിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു പാടുണ്ട്. എന്താ അറിയോ? നമുക്ക് കഴിയെങ്കിൽ ബലിയറുക്കുക. കഴിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിയുമെങ്കിൽ എന്നാണ്. പല ആളുകളും പല ന്യായമാണ് പറയുക. എനിക്ക് കുറേ കടമുണ്ട്, ജീവിതത്തിൽ പ്രയാസമുണ്ട്, എന്താ ഭക്ഷണം കഴിക്കാതിരിക്കണില്ലല്ലോ, മാളിൽ പോകാതിരിക്കണില്ലല്ലോ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാണെങ്കിൽ കുറേ കട ഉണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം മക്കൾക്കൊന്നും ഞാൻ പെരുന്നാളിന് ഡ്രസ്സൊന്നും എടുക്കണില്ല എന്ന് വിചാരിക്കും. എന്നൊക്കെയാണെങ്കിൽ ഓക്കെ, ഞാൻ ഡ്രസ്സ് എടുക്കണില്ല, ഞാൻ വേറൊരു പർച്ചേസും ചെയ്യണില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഓക്കെ. അതല്ല, ഇതൊക്കെ ചെയ്യും, ബലിയർക്കേണ്ട വിഷയത്തുമ്പോൾ എനിക്ക് കട ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്നേ പറയാനുള്ളൂ. റസൂൽ പറഞ്ഞു, നിങ്ങൾ പെരുന്നാൾ സ്കരിക്കാൻ പറ്റുന്ന വീട്ടിലവിടെ നിങ്ങൾക്ക് പെരുന്നാളില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് ഗൗരവത്തിലെടുക്കുക. ഏതെങ്കിലും വിധത്തിൽ കുറച്ച് 2-3 മാസം എടുത്തിട്ട് നമുക്ക് കടം വീട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ബലിയർക്കാം. നമുക്കറിയാലോ 2-3 മാസം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും എന്ന അവസ്ഥയിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ. അതല്ല, ഒരു മാർഗമില്ല, കടം ചോദിച്ചാലും തരൂല, ജീവിതം ആകെ വഴിമുട്ടിപ്പോയി, അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് അതിലൊഴിവുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. ബലിയുടെ കർമ്മം മനസ്സിലാക്കുക, മഹത്വം മനസ്സിലാക്കുക, എല്ലാവരും ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള വാപ്പമാരാവാൻ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള മക്കളാവാൻ, ഹാജറ ബീവിയെ പോലെയുള്ള ഉമ്മമാരാവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.